ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷിസു യുച്ചിഹ മരിച്ചില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നതിന്റെ പാർട്ട് 3 ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ ആ പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞത് എന്താ, ആ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി അതിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തതാണ്. അങ്ങനെ അതിനുശേഷം ലീഫ് വില്ലേജിലേക്ക് മടങ്ങി വരുന്ന നമ്മുടെ ജിറായാണ് കാണിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ നടന്ന് നമ്മുടെ ജിറായ ഹിറുസന്റെ അടുത്തേക്ക് എത്തും. അങ്ങനെ ഹിറുസൻ ജിറായോട് പറയും, വില്ലേജിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ഒക്കാഗയേക്കാൾ പദവിയിലുള്ള എൽഡേഴ്സ് ആണ് നിന്നെ ഇവിടെ വിളിപ്പിച്ചത്. 9 അറ്റാക്കിന് കാരണമായ ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറിനെ നീ കണ്ടുപിടിക്കണം, അതാണ് നിന്റെ മിഷൻ. അങ്ങനെ ഇത് കഴിഞ്ഞ് 2 ദിവസം മുൻപുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഡാൻസൊക്കെ ആണെങ്കിൽ ആ ഒരു ജിൻജൂരിക്ക്, അതായത് നമ്മുടെ നറൂട്ടോയെ ഉച്ചിഹയെ ഏൽപ്പിച്ചത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ആ ഒരു ഉച്ചിഹയെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹിറുസൻ വന്ന് പറയും, ഇനി ഇത് നടക്കില്ല ഡാൻസോ, അൻപുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഹൊക്കാഗെ നോക്കിക്കോളാം. നീ വില്ലേജിന് വേണ്ടി എന്തൊക്കെ നല്ലത് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വില്ലേജിന് മറ്റൊരു രീതിയിൽ ദോഷകരമായിട്ടാണ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി ഒരു അധികാരവും ഇല്ല ഇവിടെ. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഡാൻസൊക്കെ പിന്നെയും ദേഷ്യം വന്ന് പറയും, ഉച്ചിഹയെ ഇല്ലാതാക്കാതെ ഞാൻ ഇനി ഈ വില്ലേജിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് വില്ലേജ് വിട്ട് പുറത്തു പോകും. അതായത് ഈ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിറുസൻ ജിറായോട് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജിറായ മിനാട്ടോയുടെ ആ ഒരു ശവക്കല്ലറുടെ അടുത്തേക്ക് പോകും. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ജിറായുടെ സ്റ്റുഡന്റ് ആണ് മിനാട്ടോ. മിനാട്ടോ മരിച്ച സമയത്ത് നമ്മുടെ ജിറായ്ക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്നും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജിറായ ഓർത്തെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഷിക്കാക്കു നാറ വരുന്നത്. അതായത് നമ്മുടെ ഷിക്കമാരുവിന്റെ ഫാദർ. ജിറായ, നിങ്ങൾ എപ്പോഴാണ് വില്ലേജിലേക്ക് വന്നത്? വില്ലേജിന്റെ അന്വേഷണത്തിൽ വില്ലേജിനെയോ അതുപോലെ തന്നെ ഹൊക്കാഗേനെയോ ബാധിക്കുന്ന എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്നും പറയുന്നുണ്ട്. അതായത് ആ മീറ്റിംഗിൽ നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു വില്ലേജിനകത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെ ഷിക്കാക്കുവിന്റെ ടീമാണ്. പിന്നെ ഇത് ജിറായോട് കൂടുതൽ ചോദിക്കാനുള്ള കാരണം നമ്മുടെ ജിറായുടെ സെൻസെയാണ് ഹിറുസൻ. ഹിറുസനെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മുടെ ജിറായ സെൻസേക്കും അറിയാം. അങ്ങനെ നമ്മുടെ ജിറായ പറയും, മാസ്റ്ററുടെ ഭാഗത്ത് നിന്നും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാരൻ എന്റെ അറിവിൽ ഡാൻസോ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അൻപുവിനെ ചോദ്യം ചെയ്താൽ മതി എന്നൊക്കെ നമ്മുടെ ഷിക്കാക്കുവിനോട് ജിറായ പറയുന്നുണ്ട്. അങ്ങനെ ഇതറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഷിക്കാക്കുവും ടീമും അൻപുവിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജിറായ ആണെങ്കിൽ തന്റെ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയി ഉച്ചിഹ ക്ലാനിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ക്ലാനിന്റെ അകത്ത് കയറി ആദ്യം തന്നെ നമ്മുടെ ഫുഗാക്കുവിനെ കാണുകയും ഫുഗാക്കുവിനോട് സംസാരിക്കുകയും ചെയ്യും. ഫുഗാക്കു, ഉച്ചിഹ, അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഫുഗാക്കുവും നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അതായത് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ വന്നതും 9 അറ്റാക്ക് നടന്നതും അതിനുശേഷം ഉച്ചിഹയെ അറ്റാക്ക് ചെയ്തതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ജിറായ പറയും, അവന്റെ മാസ്കിലൂടെ ഒരു ഷെറിംഗൻ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവൻ ഒരുപക്ഷെ ഒരു ഉച്ചിഹ അല്ലെങ്കിലോ മറ്റൊരു ഉച്ചിഹയുടെ കണ്ണെടുത്ത് വച്ചതാണെങ്കിലോ? ഫുഗാക്കു പറയും, അതിനും ചാൻസ് കൂടുതലാണ്. അവന്റെ ഷെറിംഗൻ ഒരു ടെലിപ്പോർട്ട് ചെയ്യുന്ന എബിലിറ്റിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ജിറായ ചോദിക്കും, ഫുഗാക്കു, അപ്പോൾ നീ ആ മാസ്ക് വെച്ചവനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പോയില്ലേ? അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തില്ലേ? ഫുഗാക്കു പറയും, ഇല്ല, ഷിസുയി ഉച്ചിഹയാണ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തത്. അവനിപ്പോൾ രഹസ്യമായി ഉച്ചിഹയുടെ ഭാഗത്ത് നിന്നും ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ജിറായ പറയും, ഓക്കെ, കുറച്ച് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ഉച്ചിഹയിൽ നിന്നും മരിച്ചുപോയ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എനിക്ക് വേണം. അപ്പോൾ തന്നെ നമ്മുടെ ഫുഗാക്കു ആണെങ്കിൽ ഉച്ചിഹയുടെ ഓഫീസിൽ പോയി ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ കുറച്ച് വർഷത്തിനുള്ളിൽ മരിച്ചുപോയ ഉച്ചിഹയുടെ ലിസ്റ്റ് എടുത്ത് നമ്മുടെ ജിറായ ആണെങ്കിൽ അതിലുള്ള ഓരോ ആൾക്കാരുടെയും റിലേറ്റീവ്സിന്റെ ഒക്കെ അടുത്ത് പോയി അവരെങ്ങനെയാണ് മരിച്ചത്, എങ്ങനെയുള്ള ആൾക്കാരാണ്, അവരുടെ ഷെറിംഗൺ അവൈക്കണായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇവിടെ ജിറായ അന്വേഷിച്ചപ്പോൾ നോർമലായിട്ട് എല്ലാവരും വയസ്സായി മരിച്ചവരാണ്. ഇവർ വയസ്സായി വീക്കായിട്ട് മരിക്കുന്നത് കൊണ്ട് അവരുടെ ഷെറിംഗണ്ണും അത്രയധികം പവറും ഉണ്ടാകില്ല. അതായത് അവരുടെ പവർ കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് വയസ്സായി മരിച്ച ഒരു ഉച്ചിഹ ആയിരിക്കില്ല അത്. പിന്നീട് ജിറയുടെ ആ ഒരു ലിസ്റ്റിൽ 6 പേരാണ് ഉള്ളത്. ഈ ഒരു 6 പേരും മിസ്സിംഗ് ആയ ആൾക്കാരാണ്, അതായത് കാണാതെ പോയ ആൾക്കാരാണ്. അങ്ങനെ അവരുടെ അടുത്ത് പോയും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിൽ 3ാമത്തെ ആളെ ഒബീറ്റോ ഉച്ചിഹയെ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒബീറ്റോയെ വളർത്തിയെടുത്ത ആ ഒരു മുത്തശ്ശിയിലെ അവരുടെ അടുത്തേക്ക് തന്നെ നമ്മുടെ ജിറായ പോകും. അങ്ങനെ ജിറായ പോയ ഉടൻ തന്നെ ഒബീറ്റോയെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ആ ഒരു മുത്തശ്ശി പറയും, ഒബീറ്റോ നല്ലൊരു പയ്യനാണ്, അവനൊരു മിഷനിലാണ് മരിച്ചു പോയത്, മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒബീറ്റോയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഇടയിലാണ് ആ ഒരു മുത്തശ്ശി പറയുന്നത്, ഒബീറ്റോ 4th
ഹൊക്കാഗയുടെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന്. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മിനാട്ടോക്ക് കക്കാഷിയാണ് ഓർമ്മ വരുന്നത്. ജിറയ കക്കാഷിയെ പെട്ടെന്ന് ഓർക്കാനുള്ള കാരണം മിനാട്ടോയുടെ സ്റ്റുഡന്റ് വൈറ്റ് ഫാങ്കിന്റെ മകനാണെന്ന് നമ്മുടെ കക്കാഷിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ കക്കാഷിയുടെ കണ്ണിൽ ഒരു ഷെറിങ്കൻ ഉള്ളതും നമ്മുടെ ജിറയ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ കക്കാഷിയുടെ കയ്യിൽ ആ ഒരു ഷെറിങ്കൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ മാസ്ക് വെച്ച ഷെറിങ്കനും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ജിറയക്ക് ചെറിയൊരു ഡൗട്ട് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ജിറയ ഒന്നും നോക്കില്ല, കക്കാഷിയെ തപ്പി പോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കക്കാഷിയെ നോക്കി വില്ലേജിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മൈറ്റ് ഗൈയെ കാണുന്നത്. അങ്ങനെ ജിറയ നമ്മുടെ ഗൈയെ കണ്ടയുടൻ തന്നെ അവന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ റോക്ലി, നെജി, ടെൻഡൻ ഇവരെയൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കക്കാഷിയെ പറ്റി ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ ലീ കേട്ടിട്ട് പറയും, നറൂട്ടോയും സാസ്കയും അവിടെ ദൂരെ നിന്നും ട്രെയിനിങ് ചെയ്യുകയാണ്, അവരെ ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ വാശിയോടെ പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ജിറയക്ക് നറൂട്ടോയുടെ കാര്യം തന്നെ ഓർമ്മ വരുന്നത്. കാരണം മിനാട്ടോയുടെ പയ്യനല്ലേ. അങ്ങനെ കക്കാഷിയെ കാണുന്നതിന്റെ ഇടയിൽ നമ്മുടെ നറൂട്ടോയും കാണാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോകും. അങ്ങനെ അവിടെ എത്തിയപ്പോഴതാ നമ്മുടെ കക്കാഷി അവിടെ ഉണ്ടാകില്ല. പകരം നമ്മുടെ നറൂട്ടോ, സാസ്കെ, സാക്കുറ 3 പേരും വെള്ളത്തിന്റെ മുകളിലൂടെ എങ്ങനെയാണ് നടക്കുക ആ ഒരു ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ ജിറയ ഇവരുടെ അടുത്ത് പോയി ചോദിക്കും, കുട്ടികളെ നിങ്ങളുടെ സെൻസെ എവിടെയാണ് ഉള്ളത്? അപ്പോൾ തന്നെ നമ്മുടെ സാക്കുറ പറയും, സെൻസെ ഇവിടെയില്ല, ഞങ്ങളോട് ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞ് എവിടെയോ പോയിട്ടാണുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തും എന്നൊക്കെ പറയുന്നു. ഈ സമയം നമ്മുടെ നറൂട്ടോയും സാസ്കയും രണ്ടുപേരും വാശിയോടെ ആ ഒരു വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മുടെ സാസ്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ 2 സ്റ്റെപ്പ് നടക്കും, എന്നാൽ നറൂട്ടോ ആണെങ്കിൽ വെള്ളത്തിൽ കാല് വെക്കുന്ന സമയത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട് ജിറയ ആണെങ്കിൽ നമ്മുടെ നറൂട്ടോയെ കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മുടെ നറൂട്ടോയ്ക്ക് ദേഷ്യം വന്ന് അവൻ പറയും, എടാ കിളവാ, ഞാൻ ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് സാസ്കയെ തോൽപ്പിച്ച് ഒരു ഹൊക്കാഗയായി മാറും എന്നൊക്കെ പറയും. അങ്ങനെ ജിറയ ആണെങ്കിൽ ഇതിനൊന്നും റീപ്ലൈ കൊടുക്കാതെ ആ ഒരു വെള്ളത്തിന്റെ മുകളിലൂടെ ഈസി ആയിട്ട് നടന്നു പോകും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ സാസ്കയും നറൂട്ടോയും പെട്ടെന്ന് ഇംപ്രസ് ആകുന്നു. അപ്പോൾ തന്നെ സാസ്കെ, ഇതെങ്ങനെയാണ് നിങ്ങൾ നടന്നത്, ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. ഈ സമയം നമ്മുടെ സാക്കുറയാണെങ്കിൽ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു മൈൻഡിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ജിറയാണെങ്കിൽ കുറച്ച് സമയം ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ആ ഒരു വെള്ളത്തിന്റെ മുകളിലൂടെ എങ്ങനെയാണ് നടക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജിറയ പിന്നെയും കക്കാഷിയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്ന് പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴതാ നമ്മുടെ കക്കാഷി ആൻഡ് ഷിസോയി രണ്ടുപേരും നിൽക്കുന്നത് നമ്മുടെ ജിറയ ദൂരെ നിന്നും കാണുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ജിറയ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ അടുത്തേക്ക് ചാടിയെത്തി. കക്കാഷി ജിറയെ കണ്ടയുടൻ തന്നെ, ജിറയ നിങ്ങൾ എപ്പോഴാണ് വില്ലേജിൽ എത്തിയത്? എന്നാൽ ജിറയ ആണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഷിസൂയെ കണ്ടയുടൻ തന്നെ, നീയല്ലേ ഷിസു യുച്ചിഹ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ ഏകദേശം ജിറയക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ ഞാൻ അന്വേഷിച്ചു വരുന്ന ഒബീറ്റയുടെ ഷെറിങ്കനാണ് നിന്റെ കണ്ണിലുള്ളത്. അപ്പോൾ ഇതേ പവർ തന്നെയാണ് ആ മാസ്ക് വെച്ച ക്യാരക്ടർ ഉപയോഗിച്ചതെന്ന് ഷിസൂയി പറഞ്ഞു. കൂടാതെ നമ്മുടെ ജിറയെ ചോദിക്കുന്നുണ്ട്, ഷിസൂയി നീ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? അപ്പോൾ ഷിസൂയി പറയും, ഇല്ല, ആ ഒരു ഷെറിങ്കനും പിന്നെ അവന്റെ പവേഴ്സും കൂടാതെ ഇറ്റാച്ചിയെ പോലെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഉച്ചിഹയിലും ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ ജിറയ പറയും, ലീഫ് വില്ലേജിനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തത്. ഈ സമയം നമ്മുടെ കക്കാഷി ആണെങ്കിൽ ജിറയോട് ചോദിക്കും, നിങ്ങൾ ഇറ്റാച്ചിയെ ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ ജിറയ പറയും, ഇറ്റാച്ചിയെ ഞാൻ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അവനെ ചോദ്യം ചെയ്യേണ്ടത് ഷിക്കാക്കു ആണ്, അവന്റെ അടുത്ത് നിന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ജിറയ നമ്മുടെ കക്കാഷിയോട് ചോദിക്കും, നിന്റെ ഈ ഷെറിങ്കന് മറ്റെന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ കക്കാഷി പറയും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും അറിയാതെ ഈ ഒരു ഷെറിങ്കൻ മങ്കിക്ക് ഷെറിങ്കനിലേക്ക് മാറുന്നുണ്ട്. അപ്പോഴാണ് ജിറയ പറയുന്നത്, അതൊരു പക്ഷേ നമ്മുടെ ആ മാസ്ക് വെച്ച ക്യാരക്ടർ മാങ്കിക്ക് ഷെറിങ്കൻ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിന്റെ ഷെറിങ്കനും മാങ്കിക്ക് ഷെറിങ്കൻ ആകുന്നതാണെങ്കിലോ? അപ്പോൾ തന്നെ നമ്മുടെ കക്കാഷിയും ഷിസൂയും ഷോക്ക് ആകുന്നു. അപ്പോൾ തന്നെ ഷിസൂയി പറയും, അതിനും ചാൻസ് കൂടുതലാണ്, കാരണം രണ്ടുപേരുടെയും ഷെറിങ്കൻ ഒരാളുടെ ആയതുകൊണ്ട് 2 ഷെറിങ്കനും തമ്മിൽ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാകും. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കുന്ന കാര്യം കുറച്ച് എളുപ്പമാണ്. എന്നാൽ അതിനു മുമ്പ് ഈ ക്യാരക്ടർ ആരാണ്, അവന്റെ ലക്ഷ്യം എന്താണെന്ന് അത് നമ്മൾ കറക്റ്റായി അറിയണം. ഇപ്പോൾ ഏതായാലും സമയം വൈകി, ഷിസൂയി നീയും എന്റെ കൂടെ നിൽക്കണം, നമുക്ക് 3 പേർക്കും ഇത് അന്വേഷിക്കാമെന്ന് ജിറയ ഇവരോട് 2 പേരോടും പറയും. അപ്പോൾ നമ്മുടെ കക്കാഷി പറയും, നറൂട്ടോ, സാസ്കെ, സാക്കുറ അവർ 3 പേരും അവിടെ ഒറ്റയ്ക്കാണ് ഉള്ളത്, എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് കക്കാഷി പോകുമ്പോഴാണ് നമ്മുടെ ജിറയ പറയും, കക്കാഷി നറൂട്ടോയെ നീ എപ്പോഴും നോക്കണം, മിനാട്ടോയുടെ മകൻ ആയതുകൊണ്ട് മാത്രമല്ല അവൻ ജിഞ്ചൂരിക്കയാണ്, ഞാൻ കൂടുതലായി പറയേണ്ടല്ലോ. അപ്പോൾ തന്നെ കക്കാഷി പറയും, ആ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ അവനെ നല്ലൊരു ഷിനോബിയാക്കി വളർത്തിയെടുക്കുമെന്ന് നമ്മുടെ കക്കാഷി ഇവിടെ പറയുന്നു. അങ്ങനെ അതിനുശേഷം ഈ ഒരു പാർട്ട് 3യും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ പാർട്ട് 3യെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.